കണ്ടക്ടർമാരുടെ ജോലിയാണ് ചെയ്യുന്നത്. അതിപ്പോൾ യൂണിഫോം ഇല്ലാതെയും ബാഗ് ഇല്ലാതെയും ID കാർഡോ കൺസെഷൻ കാർഡോ ഇല്ലാതെ വരുന്ന പിള്ളേർക്ക് സി കൊടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാ നിയമത്തിലും പറയുന്നുണ്ട്. പിന്നെ അവർ ചെയ്തത് തെറ്റാണ്. ഒരു പൊതുവേദിയിലിട്ടാണ് ഒരാളെ തല്ലുന്നത്. അതൊരിക്കലും ശരിയായ നടപടിയല്ല. യൂണിഫോമും കൺസെഷൻ കാർഡും ബാഗുമില്ലാതെ ST നൽകി വിദ്യാർത്ഥിനിയുടെ യാത്ര. ഇത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഒരു സംഘം യുവാക്കളെത്തി കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിക്കുകയും തലയടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. കോട്ടയം കോളനി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവമുണ്ടായത്. പ്രദീപ് കുമാർ എന്ന കണ്ടക്ടർക്കാണ് മർദ്ദനമേറ്റത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ബസ് ജീവനക്കാരുടെ പ്രതികരണം തേടുകയാണ്. യൂണിഫോം ബാഗ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ കൺസെഷൻ കൊടുക്കുന്നത്? അത് തന്നെ ഒരു കാര്യമാണ്. യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്ന പിള്ളേർക്ക് തന്നെ നമ്മൾ കൺസെഷൻ കൊടുക്കും. നമ്മൾ കാർഡ് ഒന്നും ചോദിക്കത്തില്ല. എന്നിട്ട് ഇത് കാണിച്ച് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലത്. കണ്ടക്ടറെ ചുമ്മാ തന്നെ അവനൊരു കുടുംബം കാര്യങ്ങളോ എന്തെങ്കിലും പറ്റിയ ആൾ മരിച്ചു പോയിരുന്നല്ലോ അവർ സമാധാനം പറയും. പിള്ളേർ പറയൂ ഇല്ലല്ലോ. 2 കുടുംബമുണ്ട്, 2 പിള്ളേരുണ്ട്. അവരുടെ അരി മേടിച്ച് കൊടുക്കുന്ന കാര്യം നടക്കുമോ? ഇല്ലല്ലോ. യൂണിഫോം ഇല്ലാത്ത ഒരു കുട്ടിയോട് ST തരുമ്പോഴത്തേക്ക് യൂണിഫോമോ കാർഡോ ആവശ്യപ്പെടുന്ന ഒരു തെറ്റല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന ഒരു കണ്ടക്ടർ യൂണിഫോം ഇല്ലാതെ നിന്ന് കഴിയുമ്പോൾ പെറ്റി കേസ് എഴുതുമ്പോൾ നമുക്ക് ആ പോലീസുകാരനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ എൻ്റെ ബസ്സിലും യൂണിഫോം ഇല്ലായിരുന്ന ഒരാളോട് കൺസെഷൻ കാർഡുണ്ടോ പഠിക്കുന്ന എവിടെയാണെന്ന് ചോദിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബസ്സിൽ ജോലി ചെയ്യാൻ പറ്റുമോ ആൾക്കാർക്ക്? ഇല്ലല്ലോ. അതിനകത്ത് തന്നെ തെറ്റേ അത് പറ. ഇതുപോലുള്ള പിള്ളേരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ട് കുറ്റമായിട്ട് കണക്കാക്കുന്നു. നമ്മൾ യൂണിഫോം ഇടാൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോലീസുകാർ പെറ്റി തരുന്നുണ്ട്. അതുപോലെ പിള്ളേർ യൂണിഫോം ഇല്ല വരുമ്പോൾ നമ്മൾ ST കാർഡ് ചോദിക്കും. ST കാർഡ് ഇല്ല, യൂണിഫോം ഇല്ല. നമ്മൾ ചോദിച്ചു എന്നുള്ളൊരു കുറ്റമല്ലേ പുള്ളി എന്നിട്ട് പൈസ മേടിച്ച് കൈവച്ചു. എന്നിട്ട് അവർ കയറി തല്ലുമെന്ന് പറഞ്ഞൊരു ഭയങ്കര മോശമായ പരിപാടിയാണ്. എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ലത്. അപ്പോൾ അങ്ങനെയുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അവരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്നത് സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞു പോകുന്ന എത്ര പിള്ളേരുണ്ട്. ഓരോ സ്കൂളുകൾ തിരക്കുമ്പോൾ നമുക്കറിയാം. ഓരോ സ്കൂളിൽ നമ്മൾ തിരക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ ചെണ്ടയായിട്ട് കൂട്ടിയാൽ മതിയല്ലോ. പോകുന്ന വഴിക്ക് തന്നെ തരും ഒത്തിരി കേൾക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പിള്ളേർ വീട്ടുകാരും കൂടെ വന്ന് തല്ലുമെന്ന് പറഞ്ഞാൽ ആലോചിക്ക്. പിള്ളേർ വീട്ടുകാരും കൂടെ വന്ന് തല്ലുമ്പോൾ ഒന്ന് അവസ്ഥ ആലോചിക്കുക. ആ പുള്ളിക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടായിട്ടുണ്ടാകും. പുള്ളിയുടെ കുടുംബത്തിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. ഞങ്ങൾ കണ്ടക്ടർമാരുടെ ജോലിയാണ് ചെയ്യുന്നത്. അതിപ്പോൾ യൂണിഫോം ഇല്ലാതെയും ബാഗ് ഇല്ലാതെയും ID കാർഡോ കൺസെഷൻ കാർഡോ ഇല്ലാതെ വരുന്ന പിള്ളേർക്ക് സി കൊടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാ നിയമത്തിലും പറയുന്നുണ്ട്. പിന്നെ അവർ ചെയ്തത് തെറ്റാണ്. ഒരു പൊതുവേദിയിലിട്ടാണ് ഒരാളെ തല്ലുന്നത്. അതൊരിക്കലും ശരിയായ നടപടിയല്ല. വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം ഉള്ളവരാ ഞങ്ങളും. ഇപ്പം സ്കൂളിൽ പോകുന്നവരാ. അപ്പം ഞങ്ങൾ ഇത് ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടി ജോലി ചെയ്യുമ്പോൾ വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. കൺസെഷൻ ചോദിച്ചാൽ ഇത്തരത്തിൽ മർദ്ദിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ തങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ബസ് ജീവനക്കാർ ചോദിക്കുന്നത്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.